നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ സ്പെഷ്യാലിറ്റി പോളിമർ തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ബയോപോളിമർ വരെയുള്ള ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി പോളിമർ? അപ്പൊ അതിൽ ശ്രദ്ധിക്കുക, പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ട്, പോളി ഈതർ കീറ്റോൺ ഉണ്ട്, പോളി ഇമൈറ്റ്, അതുപോലെ തന്നെ പോളി ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമർ LCP. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾസിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി പോളിമർ? സ്പെഷ്യാലിറ്റി പോളിമർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിനെ ബേസ് ചെയ്തിട്ട് മാത്രം നമ്മൾ സ്പെഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾക്ക് സാധാരണ പോളിമർ ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ പർപ്പസ് ഉണ്ടെങ്കിലാണ് നമുക്ക് അത് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പെടാത്ത ആൾ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ PVC ആണ്. PVC നമ്മൾ കോമൺ ആയിട്ടുള്ള പോളിമർ ആണ്. അതിന് നമുക്ക് സ്പെഷ്യാലിറ്റി പോളിമർ എന്ന് പറയാൻ പറ്റില്ല. സ്പെസിഫിക് പർപ്പസ് അല്ല, അതിന് ഒരുപാട് പർപ്പസ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്ന സ്പെഷ്യാലിറ്റി പോളിമേഴ്സിന്റെ പേരുകളാണ്. അതൊന്നും അറിഞ്ഞിരിക്കണം. ആ ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു ടേം പഠിക്കണം. പോളി ഈതർ കീറ്റോൺ, പീക്ക് എന്ന് പറയും, PEEK. അപ്പൊ അതൊരു സ്പെഷ്യാലിറ്റി പോളിമർ ആണ്. പിന്നെ പോളി ഇമൈറ്റ്, പോളി അമൈഡ് അല്ല, പോളി ഇമൈറ്റ് PI, അതൊരു സ്പെഷ്യാലിറ്റി പോളിമർ ആണ്. പിന്നെ ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമർ എന്ന് പറയുന്നത് അടുത്ത LCP, അതും ഒരു സ്പെഷ്യാലിറ്റി പോളിമർ ആണ്. അപ്പൊ PEK, PI, LCP ഇതെല്ലാം സ്പെഷ്യാലിറ്റി പോളിമർ ആണ്. വേറെ ക്വസ്റ്റ്യനിൽ ചോദിക്കാം, അപ്പോൾ അത് ഓർമ്മ വേണം. ഓക്കെ, ഇനി which specialty polymer is known for its exceptional resistance to high temperatures? അപ്പോൾ ഇതിൽ നോക്കുക, പോളി എഥിലീൻ ഉണ്ട്, പോളി കാർബണേറ്റ് ഉണ്ട്, പോളി ഇമൈറ്റ്, പോളിസ്റ്റൈറീൻ. ഇതില് ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള അത്രയും മാത്രം എക്സെപ്ഷണൽ റെസിസ്റ്റൻസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ മാത്രമുള്ള കഴിവ് ഏത് സ്പെഷ്യാലിറ്റി പോളിമറിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പോളി എഥിലീൻ, പോളി കാർബണേറ്റ്, പോളി ഇമൈറ്റ്, പോളിസ്റ്റൈറീൻ. അപ്പൊ ഇതില് പോളി ഇതിലീനായാലും പോളി കാർബണേറ്റ് ആയാലും പോളി സ്റ്റൈറീനായാലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത് നോർമൽ പോളിമർ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അതിൽ പോളി ഇമൈഡ് ആണ് സ്പെഷ്യാലിറ്റി പോളിമർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് അവിടെ ഹൈ ടെമ്പറേച്ചറിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി പോളിമർ എന്നുള്ള ആൻസർ വരിക. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബയോഡിഗ്രേഡബിൾ സ്പെഷ്യാലിറ്റി പോളിമർ? ഇനി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? നമ്മൾ പോളി ലാക്റ്റിക് ആസിഡ് ഒക്കെ പഠിച്ചു, ഹൈഡ്രോക്സി ആൽക്കനേറ്റ് പഠിച്ചു അല്ലെ, അതുപോലെ തന്നെ കാപ്രോലാക്ടോൺ, പോളി കാപ്രോലാക്ടോൺ ഒക്കെ പഠിച്ചു. ഇനി ഇതിൽ നമുക്ക് നോക്കാം, പോളി ലാക്റ്റിക് ആസിഡ്, പോളി പ്രൊപ്പിലീൻ, പോളി എഥിലീൻ ടെറഫ്തലൈറ്റ്, പോളി വിനൈൽ അസറ്റേറ്റ്. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഏതാണ് ഉത്തരം? പോളി ലാക്റ്റിക് ആസിഡ് ആണ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി പോളിമർ. ഓക്കെ, ഒരു ബയോപോളിമർ ആണ്. ഇനി പോളി പ്രൊപ്പിലീനും തന്നെ PET, അതായത് പോളി എഥിലീൻ ടെറഫ്തലൈറ്റും പോളി വിനൈൽ അസറ്റേറ്റ് ഒക്കെ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്, അത് ബയോഡിഗ്രേഡബിൾ അല്ല. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് സ്പെഷ്യാലിറ്റി പോളിമർ ഇസ് കോമൺലി യൂസ് ഇൻ ദ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഫോർ ഹയർ ടെമ്പറേച്ചർ അപ്ലിക്കേഷൻസ്? ഏറ്റവും കൂടുതൽ ഹൈ ടെമ്പറേച്ചർ വരുന്ന വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവ് വേണ്ട ഒരു ഏരിയ ആണ് എയറോസ്പേസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെ. കാരണം അത്രയും ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ അത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ വേരിയേഷൻ വരാം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസ് വരാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനേ സാധ്യതയുള്ളൂ. സൂര്യനോട് അടുക്കും തോറും അങ്ങനെ ടെമ്പറേച്ചറിന് ഇൻക്രീസേ വരത്തുള്ളൂ. അപ്പൊ അത്രയും ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലെ ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള സ്പെഷ്യാലിറ്റി പോളിമർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം, പോളി വിനിലിഡിൻ ഫ്ലൂറൈഡ്, പോളി ഈതർ കീറ്റോൺ, പോളി എഥിലീൻ, പോളിസ്റ്റൈറീൻ. അതിൽ നമുക്ക് പോളി എഥിലീനും പോളിസ്റ്റൈറീനും കട്ട് ചെയ്യാം, കാരണം അത് സ്പെഷ്യാലിറ്റി പോളിമർ എന്ന സെക്ഷനിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. പിന്നെയുള്ള ഓപ്ഷൻസ് പോളി PVDFും PEK, ഈ രണ്ടെണ്ണമാണ്. അപ്പൊ അതിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഹയർ ടെമ്പറേച്ചർ അപ്ലിക്കേഷൻസിൽ വരുന്നത് പോളി ഈതർ കീറ്റോൺ. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് പ്രോപ്പർട്ടി മേക്സ് ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമേഴ്സ്, that is LCP, unique for electronic applications? അതായത് ഇലക്ട്രോണിക് അപ്ലിക്കേഷൻസിന് യൂസ്ഫുൾ, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിന് ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമേഴ്സിന്, അതായത് LCP എന്ന സ്പെഷ്യാലിറ്റി പോളിമറിന് എന്ത് പ്രോപ്പർട്ടിയാണ് പ്രത്യേകതയായിട്ടുള്ളത്? ഓക്കെ, അപ്പൊ അതിൽ നോക്കാം, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ബയോഡിഗ്രേഡബിലിറ്റി, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ലോ തെർമൽ എക്സ്പാൻഷൻ, ദെൻ ട്രാൻസ്പെറൻസി. അപ്പൊ ഇതിൽ ഏത് പ്രോപ്പർട്ടി ആയിരിക്കും? അപ്പൊ ആദ്യം നോക്കാം, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് ഇലക്ട്രോണിക് അപ്ലിക്കേഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് പ്രോപ്പർട്ടിയാണ് LCPക്ക് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഹൈ
കണ്ടക്ടിവിറ്റി അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ ബാക്കി ഓപ്ഷൻസ് നോക്കാം. ബയോഡിഗ്രേഡബിലിറ്റി, അതുപോലെ തന്നെ ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ലോ തെർമൽ എക്സ്പാൻഷൻ, ട്രാൻസ്പെറൻസി. ഇനി ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ പോളിമേഴ്സ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് നേച്ചർ കാണിക്കുന്നവരല്ല പൊതുവെ. കണ്ടക്ടിങ് പോളിമേഴ്സ് എന്നുള്ള സെക്ഷൻ വേറെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ അതിലും സെമി കണ്ടക്ടിങ് പ്രോപ്പർട്ടി ആയിരിക്കും ഇനി ഉണ്ടെങ്കിൽ തന്നെ കൂടുതലുമായിട്ടും കാണിക്കുക. ഹൈലി കണ്ടക്ടിങ് ആയിട്ട് അങ്ങനെ കാണിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, റയർ കേസസിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് എന്നുള്ളത് പറയുന്ന ഫാക്ടർ ആ ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, പോളിമർ ആണ്, അത്രയും ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കാണിക്കാൻ സാധ്യതയില്ല. പിന്നെ ബയോഡിഗ്രേഡബിലിറ്റി. അപ്പൊ ബയോഡിഗ്രേഡബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിൽ സ്യൂട്ടബിൾ ആണ് എന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ വരുന്നത് ഒരു പോയിന്റ് ട്രാൻസ്പാരൻസി. ഓക്കെ, അപ്പൊ ട്രാൻസ്പാരൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള വേറെ കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ. പിന്നെ അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ് ആണ് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ലോ തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിൽ ഹീറ്റിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഒരുപാട് വരുന്നതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു മെറ്റീരിയലിന് കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും വരാതെ അത് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. ലോ തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ ആ എക്സിസ്റ്റ് ചെയ്യാൻ അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ തന്നെ സ്ട്രെങ്ത്തും കൂടണം. അപ്പൊ അതിൽ തന്നെ ഇൻസുലേറ്റിംഗ് പർപ്പസിനായാലും നമുക്ക് യൂസ്ഫുൾ ആവണം ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസിൽ. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിനെയാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ലോ തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ ഹീറ്റ് വന്നാലും ഇലക്ട്രിസിറ്റി വന്നാലും കാര്യമായിട്ട് അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്തിനെയോ അതിന്റെ തെർമൽ, അതായത് ഹീറ്റിന്റെ പ്രസൻസിൽ അത് ആ കോമ്പൗണ്ട്സ് എക്സ്പാൻഡ് ചെയ്ത് പോകാനോ സാധ്യത കുറവുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ പോളിമേഴ്സ് എന്ന് പറയുന്നത് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ലോ തെർമൽ എക്സ്പാൻഷൻ. ഇനി വരുന്നത് വിച്ച് സ്പെഷ്യാലിറ്റി പോളിമർ ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ മെഡിക്കൽ ഇംപ്ലാന്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് ബയോ കോമ്പാക്ടിബിലിറ്റി. അപ്പൊ അതില് മെഡിക്കൽ ഇംപ്ലാന്റ്സിന് യൂസ് ചെയ്യുന്നത് കൂടുതൽ ബയോ കോമ്പാക്ടിബിൾ എന്ന കുറച്ചും കൂടി ബയോളജിക്കലി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതിനോട് എന്താ പറയാ കമ്പൈൻ ചെയ്ത് പോകാൻ പറ്റാവുന്ന രീതിയിലുള്ള, അതായത് അതിനോട് യോജിച്ച് അതിനോട് ഇഴകിച്ചേർന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്പെഷ്യാലിറ്റി പോളിമർ ഏതാണ്? അപ്പോൾ പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ട്, പോളി ടെട്രാഫ്ലൂറോഈഥീൻ ഉണ്ട്, പോളി യൂറിത്തേൻ ഉണ്ട്, പോളി ഈതർ കീറ്റോൺ ഉണ്ട്. ഇതിന്റെയൊക്കെ എക്സാമ്പിൾ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. PVC അതൊരു സ്പെഷ്യാലിറ്റി പോളിമർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ PTFE എന്ന് പറയുന്നത് നമ്മൾ നോൺ സ്റ്റിക് പാത്രത്തിലൊക്കെ ടെഫ്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടിങ്, അതിനെയാണ് PTFE എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് മെഡിക്കൽ ഇംപ്ലാന്റ്സ് തൊട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഹൈലി സിന്തറ്റിക് ആണ്. പിന്നെ പോളി യൂറത്തിൻ, അതും അതുപോലെ തന്നെ സിന്തറ്റിക് ആണ്. പിന്നെ വരുന്നത് പോളി ഈതർ കീറ്റോൺ, അതാണ് സ്പെഷ്യാലിറ്റി പോളിമർ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ബയോളജിക്കലും ആവണം, ബയോളജിക്കൽ പോളിമറും ആവണം, എന്നാൽ അതൊരു സ്പെഷ്യാലിറ്റി പോളിമർ ആവണം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ അതില് പോളി ഈതർ കീറ്റോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിമർ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ fuel systems for its chemical resistance. Which of the following polymers is commonly used in fuel systems? Okay, fuel systems യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? അതിന്റെ കെമിക്കൽ റെസിസ്റ്റൻസിന്റെ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ഫ്യൂൽ സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. പോളിപ്രൊപ്പിലീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ഫ്ലൂറോ ഇലാസ്റ്റമർ, പോളിസ്റ്റൈറിൻ. അപ്പൊ അത് ഓരോന്നിന്റെയും പ്രോപ്പർട്ടി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ റെഗുലർ യൂസിനൊക്കെ വരുന്നതാണ്. അപ്പൊ അതൊന്നും അത്ര ഹൈ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളല്ല. അപ്പൊ ഫ്ലൂറോ ഇലാസ്റ്റമർ ആണ് അതിലെ റയർ ആയിട്ടുള്ള ആ ഒരു ഫ്യൂൽ സിസ്റ്റത്തിനൊക്കെ യൂസ് ചെയ്യുന്ന കെമിക്കൽ റെസിസ്റ്റൻസ് കാണിക്കുന്ന ആ പോളിമർ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് സ്പെഷ്യാലിറ്റി പോളിമർ ഈസ് ഡിസൈൻഡ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ പോളിമേഴ്സ് കണ്ടക്ട് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചില പോളിമേഴ്സ് ഉണ്ട് കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അതിന് ചെറിയ സെമി കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉണ്ടാവും. പിന്നെ റയർ ആയിട്ട് ചിലത് ഹൈലി കണ്ടക്ടിങ് ആയിട്ടും ആക്ട് ചെയ്യും. അത് അങ്ങനത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടക്ടിങ് പോളിമേഴ്സ് ഒരു സെക്ഷൻ തന്നെയുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതല്ലാതെ വരുന്നതൊക്കെ ഒരുവിധം ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നോക്കുക. അതില് ബാക്കിയുള്ളതിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. പോളിഎഥിലീൻ കണ്ടക്ട് ചെയ്യോ? ഇല്ല. പോളിസ്റ്റൈറിൻ കണ്ടക്ട് ചെയ്യില്ല, പോളിപ്രോപ്പിലിനും കണ്ടക്ട് ചെയ്യില്ല. ഇതൊക്കെ നമ്മൾ റെഗുലർ യൂസിൽ യൂസ് ചെയ്യുന്ന പോളിമേഴ്സ് ആണ്. അപ്പൊ അതൊക്കെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. പിന്നെ വരുന്നത് പോളി അനിലീൻ ആണ്. അത് നമ്മൾ അങ്ങനെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ ആ പോളി അനിലീൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടക്ടിങ് പോളിമറിന് എക്സാമ്പിൾ ആണ് പോളി അനിലീൻ. അത് നമ്മൾ പഠിക്കും. നിങ്ങൾ പ്ലസ് ടു ഇതിനൊക്കെ ബിടെക്കിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പോളി അനിലീൻ അതൊരു കണ്ടക്ടിങ് പോളിമർ ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത്
പോളി അനിലിനും പോളി പൈറോൾ എന്ന് പറഞ്ഞിട്ട് വേറെ കോമ്പൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടക്റ്റിംഗ് പോളിമർ ആണ്. ഓക്കെ. പിന്നെ അടുത്തത് വിച്ച് സ്പെഷ്യാലിറ്റി പോളിമർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അപ്ലിക്കേഷൻസ് റിക്വയറിംഗ് ഹൈ ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആൻഡ് ടഫ്നെസ്. ഓക്കെ. ഏത് സ്പെഷ്യാലിറ്റി പോളിമർ ആണ് ഹൈ ഇമ്പാക്ട് റെസിസ്റ്റൻസും ടഫ്നെസ്സും കാഴ്ചവെക്കുന്നത്? ഓക്കെ. അതായത് അങ്ങനത്തെ ഹൈ ഇമ്പാക്ട് റെസിസ്റ്റൻസും ടഫ്നെസ്സും വേണ്ട അപ്ലിക്കേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന സ്പെഷ്യാലിറ്റി പോളിമർ ഏതൊക്കെയാണ്? അപ്പോൾ പോളി ടെട്രാഫ്ലൂറോഈഥീൻ, പോളികാർബണേറ്റ്, പോളിസ്റ്റൈറീൻ, പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പം അതിൽ കുറച്ചും കൂടി തന്നിട്ടുള്ള എക്സാമ്പിൾസിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമ്പാക്ട് റെസിസ്റ്റൻസും ടഫ്നെസ്സും കൂടുതലുള്ളത് പോളികാർബണേറ്റിനാണ്. ഓക്കെ. അപ്പൊ അത് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ വിച്ച് സ്പെഷ്യാലിറ്റി പോളിമർ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ മേക്കിംഗ് സീൽസ് ആൻഡ് ഗാസ്കറ്റ്സ് ഇൻ ഹാർഷ് കെമിക്കൽ എൻവയോൺമെന്റ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് പോളിമർ ആണ് സീൽസിലും അതുപോലെ തന്നെ ഗ്യാസ്കറ്റ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്? ഓക്കെ. അപ്പോ ഇതില് ഇപ്പൊ നമ്മൾ സീൽസ് എന്നൊക്കെ പറഞ്ഞാ നമ്മൾ സീലിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ പോലത്തെ അങ്ങനത്തെ റബ്ബറി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഉള്ള സ്പെഷ്യാലിറ്റി പോളിമർ ഏതാണ്? അതായത് കെമിക്കൽ ഗാസ്കറ്റ്സ് ഇൻ ഹാർഷ് കെമിക്കൽ എൻവയോൺമെന്റ്സ്, അതായത് കെമിക്കൽ എൻവയോൺമെന്റ്സിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന അങ്ങനത്തെ റബ്ബറി ടൈപ്പിലുള്ള സീലിനും ഗ്യാസ്കറ്റ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന സ്പെഷ്യാലിറ്റി പോളിമർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, സിലിക്കോൺ റബ്ബർ ഉണ്ട്, പോളി എഥിലീൻ ഉണ്ട്, പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ട്, പോളിസ്റ്റൈറീൻ ഉണ്ട്. അപ്പൊ അതില് പോളി എഥിലീൻ, പോളി വിനൈൽ ക്ലോറൈഡ്, പോളിസ്റ്റൈറീൻ ഒക്കെ നമ്മളിപ്പോ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് അത്രയും കെമിക്കൽ റെസിസ്റ്റൻസ് സിലിക്കോൺ റബ്ബറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ സിലിക്കോൺ റബ്ബർ ആണ് അതിന്റെ ആൻസർ. ഇനി വാട്ട് ഈസ് ദ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ്? അപ്പോൾ സ്പെഷ്യാലിറ്റി പോളിമേഴ്സിന്റെ സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ്. ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സിന്റെ സ്പെഷ്യാലിറ്റി നോക്കാം. അപ്പോൾ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ദേ എമിറ്റ് ലൈറ്റ് വെൻ ആൻ ഇലക്ട്രിക് കറന്റ് പാസ് ത്രൂ ദം, ദേ ആർ ഹൈലി ഫ്ലെക്സിബിൾ, ദേ ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ദേ എമിറ്റ് ലൈറ്റ് വെൻ എ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ദം. പിന്നെ കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളത് അത് നമുക്ക് പറയാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ല. അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം. അതൊരു പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സിന്റെ. പിന്നെ ഒരു ഓപ്ഷൻ, ദേ എമിറ്റ് ലൈറ്റ് വെൻ ഇലക്ട്രിക് കറന്റ് പാസ്. ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ഡെഫിനേഷൻ ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സിന്. അപ്പൊ അത് തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻ കൂടി നോക്കാം. ഹൈലി ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നുണ്ട്, പിന്നെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? എമിറ്റ് ലൈറ്റ് വെൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ദം. ഓക്കെ. അതാണ് പ്രത്യേകത. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺലി യൂസ്ഡ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമർ? ഓക്കെ. അപ്പൊ അതിൽ ശ്രദ്ധിക്കാം, നമ്മൾ 3 എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോലൂമിനസെന്റ് പോളിമറിന് ഏതൊക്കെയാണെന്നുള്ളത്. പോളി പാരാഫിനിലിൻ വിനിലിൻ, പോളി ഫിനിലിൻ, അതുപോലെ തന്നെ പോളിഫ്ലൂറിൻ, അതല്ലേ? അപ്പൊ അത്രയും എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പെട്ട വല്ലതും ഉണ്ടോ അതിൽ നോക്കാം. പോളി അനിലിൻ, പോളി അസെറ്റിലിൻ, പോളി പാരാഫിനിലിൻ വിനിലിൻ, പോളി വിനൈൽ ക്ലോറൈഡ്. അപ്പൊ PPV എന്ന് പറയുന്ന പോളി പാരാഫിനിലിൻ വിനിലിൻ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൽ എക്സാമ്പിൾസിൽ കൊടുത്തിട്ടുള്ള ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ്. ബാക്കിയെല്ലാം പോളി അനിലിൻ ഒരു കണ്ടക്റ്റിംഗ് പോളിമർ ആണ്. പിന്നെ പോളി അസെറ്റിലിനും PVC നോർമൽ പോളിമേഴ്സ് ആണ്. ഓക്കെ. അപ്പോ അത്രയാണ് ആ ക്വസ്റ്റ്യൻ. ഇനി ഇൻ ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് വാട്ട് കോസസ് ദ എമിഷൻ ഓഫ് ലൈറ്റ്? ലൈറ്റിന്റെ എമിഷന് കാരണമായിട്ടുള്ള എന്ത് ഘടകമാണ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സിൽ പ്രസന്റ് ആയിട്ടുള്ളത്? ആ ഒരു പ്രോസസ്, എന്ത് പ്രോസസ് അവിടെ നടന്നിട്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് വൺ കെമിക്കൽ റിയാക്ഷൻ, സെക്കൻഡ് ഹീറ്റ് ജനറേഷൻ, തേർഡ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, ഫോർത്ത് തെർമൽ എക്സ്പാൻഷൻ. അപ്പൊ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ, അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അതിന്റെ ആൻസർ റോങ് ആണ്. ഹീറ്റ് ജനറേഷൻ, ചുമ്മാ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റ് എമിറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. പിന്നെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, അത് പോയിന്റ് ആണ് അല്ലെ? അപ്പൊ ഇലക്ട്രോണും ഹോളും, അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ OLED കണ്ടായിരുന്നു.
കമ്പൈൻ ചെയ്യുമ്പോഴാണ് ലൈറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. പിന്നെ ലാസ്റ്റ് പറയുന്ന ഓപ്ഷൻ ആണെങ്കിലും തെർമൽ എക്സ്പാൻഷൻ, അതും അവിടെ അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോലൂമിനിസെന്റ് പോളിമേഴ്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോലൂമിനിസെന്റ് പോളിമേഴ്സ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇപ്പൊ നമ്മൾ കുറെ വട്ടം റിപ്പീറ്റ് ചെയ്ത എക്സാമ്പിൾ ആണ് OLEDs. അപ്പൊ നമുക്ക് കണ്ണടച്ച് എഴുതാം. ഓട്ടോമാറ്റിക് കോട്ടിങ്സ് ഉണ്ട്, സോളാർ പാനൽസ് ഉണ്ട്, OLED ഡിസ്പ്ലേസ് ഉണ്ട്, വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. ഏതാണ്? OLEDയിൽ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. വിച്ച് കളർ ഓഫ് ലൈറ്റ് ഈസ് ടിപ്പ്. നമ്മൾ ഒരു ശ്രദ്ധിക്കണം, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞ് നമ്മൾ കൂടുതൽ ഏതിലാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ചിലപ്പോൾ ചെറുതായിട്ട് യൂസ് ചെയ്യുന്ന ഏരിയാസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള എന്ത് ഏരിയയിലാണോ അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വിച്ച് കളർ ഓഫ് ലൈറ്റ് ഈസ് ടിപ്പിക്കലി എമിറ്റഡ് ബൈ പോളി പാരാ ഫിനിലിൻ വിനിലിൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഗ്രീൻ ലൈറ്റ് ആണ് വേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അത് അവിടെ കിടക്കട്ടെ, അതവിടെ ഇപ്പൊ എടുക്കണ്ട. അത് യെല്ലോ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ്സ് ആണ് കൂടുതൽ യെല്ലോ ഒക്കെ പറയുന്നത്. മെയിൻ ആയിട്ട് സാധാരണ ഗ്രീൻ ആണ്. അതൊന്ന് നമുക്കൊന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഇവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോസസ് ഈസ് യൂസ്ഡ് ടു create thin films of electroluminescent polymers. Okay, which process is used to create thin films of electroluminescent polymers for display applications? Okay, അപ്പൊ ഇതൊരു പുതിയ സെക്ഷൻസ് ഒക്കെ കാണുന്നതാണ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക, വിച്ച് പ്രോസസ് യൂസ് ടു ക്രിയേറ്റ് തിൻ ഫിലിം. ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സിന് തിൻ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പ്രോസസ്സിന്റെ പേര്. ഡിസ്പ്ലേയുടെ നമ്മൾ ഫോണിലും അതുപോലെ തന്നെ കാൽക്കുലേറ്റർ അതുപോലെ തന്നെ മൊബൈൽ TVസിലൊക്കെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, OLEDസിന്റെ ഒക്കെ ഡിസ്പ്ലേസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും തിന്നായിട്ടുള്ള ഫിലിം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ആ പ്രോസസ്സിന്റെ പേരാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാൻ വേണം. സ്പിൻ കോട്ടിംഗ് എന്നാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയാം. ഓക്കെ, എക്സ്ട്രൂഷൻ അല്ല, ബ്ലോ മോൾഡിംഗ് അല്ല, ഇഞ്ചക്ഷൻ മോൾഡിംഗ് അല്ല, സ്പിൻ കോട്ടിംഗ് എന്താണെന്നാണ്. സ്പിൻ കോട്ടിംഗ് ആണ് ആ പ്രോസസ്സിന്റെ പേര്, തിൻ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര്. അപ്പൊ അത് നമ്മൾ ആ ഒരു പ്രോസസ്സായിട്ട് തന്നെ പഠിച്ചിരിക്കും. ഇനി വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ് ഇൻ OLEDs കമ്പയർഡ് ടു ട്രഡീഷണൽ ഇനോർഗാനിക് LEDs? ഓക്കെ, അപ്പോൾ സാധാരണ LEDസിനെ കമ്പയർ ചെയ്യുമ്പോൾ OLEDസിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഓപ്ഷൻ എന്തൊക്കെയാന്ന് നോക്കാം. ഹയർ എഫിഷ്യൻസി, ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ട്രാൻസ്പാരന്റ് ഡിസ്പ്ലേസ്, ലോവർ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഓക്കെ, ഹയർ എഫിഷ്യൻസി, ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോവർ മാനുഫാക്ചറിങ് കോസ്റ്റ്. ലോവർ മാനുഫാക്ചറിങ് കോസ്റ്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതിന് അത്യാവശ്യം മാനുഫാക്ചറിങ് കോസ്റ്റ് സാധാരണത്തിലും വരുന്നുണ്ട്. പിന്നെ ഹയർ എഫിഷ്യൻസി ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആണ്, പക്ഷെ അതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്. അപ്പൊ അതാണെങ്കിലും കൂടി ഇപ്പൊ നമ്മൾ LEDസിൽ തന്നെ ഹയർ എഫിഷ്യൻസി, മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടി ഇതൊക്കെ ഉണ്ടാക്കാം. പിന്നെ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ട്രാൻസ്പാരന്റ് ഡിസ്പ്ലേസ്, അതാണ് അടുത്തത്. അപ്പോൾ ഫ്ലെക്സിബിൾ ആവണം, ഏതൊരു ഇതിനോടും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് OLEDസിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊരു സന്ദർഭത്തിനും ഇപ്പൊ ലൈറ്റ്സ് പല കളേഴ്സ് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം. അത് പല രീതിയിൽ പല പാറ്റേണിൽ കുറച്ചും കൂടി ഒരു പ്രോ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് OLEDs ആണ് കമ്പയർഡ് ടു LEDs. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ ഫോർ ട്രാൻസ്പാരന്റ് ഡിസ്പ്ലേസ് എന്നുള്ള ആൻസർ എഴുതാം. ഓക്കെ, പിന്നെ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സിഗ്നിഫിക്കന്റ് ചാലഞ്ച് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രോലൂമിനസെന്റ് പോളിമേഴ്സ്. ഓക്കെ, which of the following is a significant challenge in the development of electroluminescent polymers? ഏതാണ്? ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കുക. Poor mechanical properties, limited color change, degradation over time when exposed to oxygen and moisture, high electrical resistance. അപ്പോൾ ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചലഞ്ച് ആയിട്ട് പറയുന്നത് എന്താണെന്നാണ്. അപ്പൊ എന്താണ്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പുവർ ആവുക അതല്ല, പിന്നെ ലിമിറ്റഡ് കളർ റേഞ്ച് അത് ഒരിക്കലും അല്ല. കാരണം പല വേരിയസ് കളർ ചേഞ്ച് എന്താ പറയാ കാണിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും പറയാൻ പറ്റില്ല. പിന്നെ ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും നമുക്ക് ഒരു വലിയ ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡിഗ്രഡേഷൻ ഓവർ ടൈം വെൻ എക്സ്പോസ്ഡ് ടു ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ, അപ്പൊ അതൊരു ചലഞ്ചാണ്. കാരണം ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്
ഈ എന്തായാലും മോയ്സ്ചർ ഓക്സിജൻ നമ്മൾ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഡെവലപ്മെന്റ് സമയത്ത്. അപ്പൊ ഇതില് അതിനനുസരിച്ച് പ്രോപ്പർട്ടി വേരിയേഷനും അതുപോലെ തന്നെ ഡീഗ്രഡേഷനും ഒക്കെ സംഭവിക്കാൻ ചാൻസസ് കൂടുതലാണ് ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സിന്. അപ്പൊ അതാണ് അതിന്റെ എക്സാമ്പിൾ, അതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതേണ്ടത്. പിന്നെ വരുന്നത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സ് വാട്ട് ഡസ് ദ ടേം ബാൻഡ് ഗ്യാപ്പ് റെഫർ ടു? അപ്പൊ സാധാരണ ഇപ്പോ ഇലക്ട്രോലുമിനസെന്റ് പോളിമേഴ്സിനെ സംബന്ധിച്ച് എന്താണ് ബാൻഡ് ഗ്യാപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധാരണ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എനർജി ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പൊ വാലൻസ് ബാൻഡ് തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, അവിടെ നിങ്ങളുടെ നമ്മുടെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയാ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ബാൻഡ്സ് എന്ന് പറയുന്ന രണ്ട് എനർജി ബാൻഡ്സ് ഈ രണ്ട് ബാൻഡാണ്. അത് വാലൻസ് ഇലക്ട്രോൺസ് അടങ്ങിയിട്ടുള്ള ഒരു എനർജി റേഞ്ച് ഓഫ് എനർജിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് എനർജിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും ബാൻഡ്സ്. അപ്പൊ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാലും അവർ തമ്മിലുള്ള ആ ഒരു എനർജി ഡിഫറൻസ് തന്നെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കാം, ദ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് ദ കണ്ടക്ഷൻ ബാൻഡ്, പിന്നെ ദ തിക്നെസ് ഓഫ് ദ പോളിമർ ഫിലിം, ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എമിറ്റഡ്, ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദ പോളിമർ. ഓക്കെ, അപ്പൊ ശരിക്കും തിക്നെസ് ഓഫ് പോളിമർ ഫിലിമിനെയാണോ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാം? അത് നമുക്ക് ബാൻഡ് എന്നുള്ള ടേം അവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പോളിമറിന്റെ ഫിലിം ആ ഒരു ലെയറിനെ നമുക്ക് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, വേവ് ലെങ്ത്തുമായിട്ട് ഒരു ബന്ധമില്ല നമ്മുടെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ആ ബാൻഡ് എന്നുള്ള ടേം നിങ്ങൾ പഠിക്കണം. ബാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എനർജിയാണ്, റേഞ്ച് ഓഫ് എനർജിക്കാണ് നമ്മൾ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ റെസിസ്റ്റൻസും നോക്കുമ്പോഴും അതും ഈ ഒരു എനർജി ബാൻഡുമായിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല. പിന്നെ വരുന്നത് ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആണ്. അപ്പൊ അതാണ് അതിന്റെ റൈറ്റ് ആൻസർ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജീസ് കൻ ഇംപ്രൂവ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ട്രോലൂമിനിസെന്റ് പോളിമേഴ്സ്? അതായത് ഏത് സ്ട്രാറ്റജി ഫോളോ ചെയ്താലാണ് ഇലക്ട്രോലൂമിനിസെന്റ് പോളിമേഴ്സിന്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റാം? ഓക്കെ, അപ്പൊ നോക്കാം. ഡോപ്പിംഗ് വിത്ത് മെറ്റാലിക് നാനോ പാർട്ടിക്കിൾ, യൂസിങ് തിക്കർ ഫിലിംസ്, എൻകാപ്സുലേഷൻ ടു പ്രൊട്ടക്ട് ഫ്രം എയർ ആൻഡ് മോയ്സ്ചർ, ഇൻക്രീസിങ് ദ ഓപ്പറേഷൻ വോൾട്ടേജ്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് നേരത്തെ നമ്മളത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട്, അതായത് ഒരു ചലഞ്ചായിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഈ അറ്റ്മോസ്ഫിയറിനെയും ഓക്സിജനായിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ അത് ഡീഗ്രേഡ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിന്റെ മാനുഫാക്ചറിങ് സമയത്ത്. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഒരു ഇലക്ട്രോലുമിനിസെന്റ് പോളിമേഴ്സിന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ വീക്ക് പോയിന്റ് ഏതാണോ അവിടെ കൂടുതൽ നമ്മൾ സ്ട്രെസ് കൊടുത്തുകൊണ്ട് അവിടെ ആ ഏരിയക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കാം. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, എൻകാപ്സുലേഷൻ ടു പ്രൊട്ടക്ട് ഫ്രം എയർ ആൻഡ് മോയ്സ്ചർ, എയറിനെയും മോയ്സ്ചറും ഇന്ററാക്ട് ചെയ്യാത്ത രീതിയിലേക്ക് അതിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതാണ് ശരിക്കും മെയിൻ ആയിട്ടുള്ള അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ചാൽ ഡോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അവരുടെ തിക്കർ ഫിലിംസ് ആണെങ്കിലും അത് ശരിക്കും യൂസ് ചെയ്യും. തിക്കർ ഫിലിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും എത്രയും തിന്നായിട്ടുള്ള മെറ്റീരിയലിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലാണ് ഇലക്ട്രോലുമിനിസെന്റ് പോളിമേഴ്സ്. അപ്പൊ അതിന്റെ തിക്കർ എന്നുള്ള ആ ഒരു വേർഷൻ നമുക്ക് അവിടെ സ്യൂട്ട് ആവുന്നതല്ല. പിന്നെ ഇൻക്രീസിങ് ദ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാലും ശരിയായിട്ടുള്ള പോയിന്റ് അല്ല. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട മെയിൻ ഭാഗം ഡിഫക്റ്റ് എവിടെയാണ് ഉണ്ടാവുന്നത് അവിടെ കൂടുതൽ എന്താ പറയുക ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ എന്താ പറയുക ആ ഒരു സ്ട്രാറ്റജിയിൽ വേണം അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻകാപ്സുലേഷൻ ടു പ്രൊട്ടക്ട് ഫ്രം എയർ ആൻഡ് മോയ്സ്ചർ.